മച്ചന്മാരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു റിവ്യൂയിലേക്ക് ഇത്തവണ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന പുതിയൊരു വെബ് സീരീസാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്ത നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. വെബ് സീരീസിൻ്റെ ഇത് മലയാളത്തിൽ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയൊക്കെ റിലീസ് ചെയ്തിരുന്നു. ഒരു മൾട്ടി ലാംഗ്വേജ് വന്നിരുന്ന വെബ് സീരീസാണ്. ഏറ്റവും വലിയ പ്രത്യേകത മലയാളമാണ്. അതിൽ നമ്മുടെ മലയാളത്തിലെ താരങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായി കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ആ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പോൾ നാഗേന്ദ്രൻ ഹണിമൂൺസിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ ഡയറക്ഷൻ ചെയ്ത നിതിൻ രഞ്ജി പണിക്കറാണ്. നമ്മുടെ രഞ്ജി പണിക്കറിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങൾ സഭ, അതുപോലെ തന്നെ കാവൽ എന്ന് പറഞ്ഞ 2 ചിത്രങ്ങളായിരുന്നു. രണ്ടും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അതിന് ശേഷം വരുന്ന ഒരു വെബ് സീരീസാണിത്. അപ്പോൾ എത്രമാത്രം ഇമ്പ്രസീവ് ആയില്ല എന്നൊക്കെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നു. ഇതിൻ്റെ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ഗ്രേസ് ആൻ്റണി, ശ്വേതാ മേനോൻ, കന്നി കുസൃതി, നിരഞ്ജന അനൂപ്, അലക്സാണ്ടർ തുടങ്ങിയവരൊക്കെയാണ് ഇതിൽ പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടലി മൊത്തം 6 എപ്പിസോഡാണുള്ളത്. ഏകദേശം ഓരോ എപ്പിസോഡും അരമണിക്കൂർ വെച്ചിട്ടാണ് വരുന്നത്. 30 മിനിറ്റ് വെച്ചിട്ട് ഇടപെട്ടിട്ടാണ് വരുന്നത്. അത്രയേറെ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് മെയിൻ പോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇത് തുടക്കം തന്നെ ഒരു പഴയൊരു കാലഘട്ടം കാണിക്കുന്നത്. ഏകദേശം 1986 കാലഘട്ടത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഈ 2 വ്യക്തികൾ കടന്ന് ഓടുന്ന ഭാഗം കാണിക്കുന്നു. ഇനിയും തെറ്റുകൾ ചെയ്യാൻ വേണ്ടി വയ്യ, അതുപോലെ തന്നെ വലിയൊരു മുകളിലോട്ട് മുകളിലോട്ട് ചാടേണ്ടി വരുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തുടക്കം തന്നെ ഇമ്പ്രസീവായി തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും പഴയകാല നാടകത്തിൽ പോലും കേട്ടില്ലാത്ത പണ്ടത്തെ അടിച്ച് മാറ്റിയിട്ടുള്ള അതേ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പശ്ചാത്തലമൊക്കെ കൊണ്ടുവന്ന് തുടക്കം തന്നെ വെറുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ സുരാജിൻ്റെ ലുക്കും ഡയലോഗ് കാണുമ്പോൾ മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു ഇമ്പ്രസീവ് ആവാത്ത പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അത് നേരെ സുരാജിൻ്റെ ഹൗസിലോട്ട് കാണിക്കുന്നു, വീട് കാണിക്കുന്നു. അവിടെ അവൻ്റെ അമ്മ കാണിക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ ഈ നാഗേന്ദ്രൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ കഥാപാത്രം എന്താ പറയുക, പണിക്കൊന്നും പോവാതെ ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അതായത് ഓരോ ഉടായ്പും കാര്യങ്ങളും, ഫുൾ ടൈം ഉറക്കവും, ഫുൾ അലഞ്ഞു തിരിഞ്ഞുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇതിന് സുഹൃത്തുണ്ട്. അപ്പോൾ സുഹൃത്ത് വഴിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിയാണ്, രക്ഷപ്പെടണമെങ്കിൽ കല്യാണം കഴിക്കുന്നു പറയുന്നു. അപ്പോൾ ഇങ്ങനെ അതാണ് സബ്ജക്റ്റായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ സ്ത്രീ കഥാപാത്രങ്ങളെയും കല്യാണം കഴിക്കുന്നു. അതാണ് ഓരോ എപ്പിസോഡിലും മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ തൻ്റെ മാമൻ്റെ മകൾ കല്യാണം കഴിച്ച് പോകുന്നു. അവിടുന്ന് പൈസയൊക്കെ ആയിട്ട് രണ്ടാമത്തെ എപ്പിസോഡിൽ കിടക്കുന്നു ലില്ലിക്കുട്ടി. അവിടെ ഗ്രേസ് ആൻ്റണി എന്ന് പറഞ്ഞ കഥാപാത്രം. അവിടെയാണ് കലാപൻ ഷാജൻ, അതുപോലെ ജനാർദ്ദനൻ തുടങ്ങിയവരും ആ സ്പേസിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ആൾക്ക് മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുള്ള കഥാപാത്രമാണ് ഗ്രേസ് ആൻ്റണി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അടുത്ത എപ്പിസോഡിലോട്ട് കിടക്കുന്നു ശ്വേതാ മേനോൻ, അതുപോലെ നിരഞ്ജന അനൂപ്, കന്നി കുസൃതി, അതുപോലെ ലാവണ്യ തുടങ്ങിയവരൊക്കെയാണ് ഓരോ എപ്പിസോഡിലും കല്യാണം കഴിഞ്ഞ് പോകുന്നത്. കാരണം അത്യാവശ്യം 6 എപ്പിസോഡിലും 6 സ്ത്രീ കഥാപാത്രങ്ങളുമായിട്ടും മുന്നോട്ട് പോകുന്നുണ്ട് ഏകദേശം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു എന്താ പറയുക നല്ല മൂമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കാരണം ഡയലോഗ് ആണെങ്കിലും, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും, ഇതുപോലെ തന്നെ പശ്ചാത്തലമായി വരുന്ന ഭാഗങ്ങളാണെങ്കിലും ഒട്ടും തന്നെ ഒരു ഇംപ്രസീവ് എനിക്ക് തോന്നിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 എപ്പിസോഡ് നല്ല രീതിയിൽ മടുപ്പിക്കുന്നുണ്ട്. എനിക്കൊന്നൊരു സിനിമയായിട്ട് എടുക്കുക ഒരു പക്ഷേ ഇത്രയേറെ മടുപ്പിക്കലുണ്ടാവില്ല. പക്ഷേ വെബ് സീരീസ് ആയതുകൊണ്ട് തന്നെ 6 എപ്പിസോഡും നല്ല ലേഖുണ്ട്. എവിടെയും ഒരു കോമഡി ഇമ്പ്രസീവായി തോന്നിയില്ല. കോമഡി പലതും ഉള്ളതും ഒരു ടാർജറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒട്ടും തന്നെ ഒരു ഇമ്പ്രസീവ് സുരാജിനെ കൊണ്ടോ ബാക്കിയുള്ള വ്യക്തികളെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അവർക്ക് കൊടുത്തുള്ള ക്യാരക്ടർ അങ്ങനെയാണ്. കാരണം ഒന്നും കൂടുതൽ ചെയ്യാനുണ്ടാകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അഭിനയ മികവ് പാഠവങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വെറുതെ ഒരു ഫ്ലാറ്റായിട്ട് പോകുന്ന ഒരു വെബ് സീരീസ്. പക്ഷേ ഓരോ എപ്പിസോഡിലും എന്താ പറയുക, എടുത്ത് നമുക്ക് വലിയ എപ്പിസോഡിലും ഒന്നെങ്കിൽ അതിൻ്റെ വരുന്ന പശ്ചാത്തലമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രകടനങ്ങളായിരിക്കാം, ഏതിലൊന്നൊക്കെ എടുത്ത് പറയാനുണ്ടാവും. പക്ഷേ ഇതിലൊട്ടും തന്നെ എനിക്ക് ഇംപ്രസീവായി ഒന്നും തന്നെ തോന്നിയില്ല. എനിക്ക് തന്നെയാണ് ഏറ്റവും വലിയൊരു നെഗറ്റീവായി തോന്നിയത്. അതിനോട് കട്ടയ്ക്ക് പിടിക്കാൻ വേണ്ടി സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു വൻ പോരായ്മ തന്നെ ഒരുക്കി വെച്ചത്. ഇപ്പോൾ പശ്ചാത്തലം, പ്രകടനം എല്ലാം തന്നെ വൻ നെഗറ്റീവാണ് എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നത്. കാരണം നാഗേന്ദ്രൻ ഹണിമൂൺസിൻ്റെ എന്നിൽ പറയുന്നുണ്ട് ഇവിടെ നാഗേന്ദ്രൻ്റെ മധുവിധു ഇവിടെ തുടരുന്നു പറയുന്നുണ്ട്. ഇനി ഒരു പക്ഷേ സെക്കൻഡ് സീസൺ ഉണ്ടാവല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഇതിനേക്കാൾ വൻ ദുരന്തം തന്നെയായിരിക്കും. കാരണം ഇതിന് മറികടക്കാൻ ഒരു പക്ഷേ സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയലോഗും അതുപോലെ തന്നെ ആയിരുന്നു വരുന്ന പ്രസൻസും കാര്യങ്ങളൊക്കെ അങ്ങനത്തെയാണ് കണ്ടപ്പോൾ തോന്നിയത്. കാരണം തുടക്കം തന്നെ ഭയങ്കര മടുപ്പിക്കുന്ന രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നാഗേന്ദ്രൻ്റെ ഹണിമൂൺസ് നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു സീരീസും പുതിയ ചിത്രത്തിൻ്റെ റിവ്യൂസും ടൈലും ടീസറും പോസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും, അപ്ഡേറ്റൊക്കെ ആയിട്ട്. അപ്പോൾ അന്നത്തെ പോലെ തന്നെ ഈ വീഡിയോയ്ക്കും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കാര്യം പരിഗണിക്കുക. വീണ്ടും മറ്റൊരു റിവ്യൂ വരുന്ന കാത്തിരിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.